പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ വളരെ വിഷമകരമായ കുറച്ച് കാര്യങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് അത് തുടർന്നുകൊണ്ട് പോവുകയുമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഭ മുഴുവനെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്, വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യം എന്നുള്ളതിനേക്കാൾ ഒരു ഉതപ്പ് ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത സത്യമാണ്. ഈ വീഡിയോ ആ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ള ഒരു വിശദീകരണമോ വിശകലനമോ ഒന്നുമല്ല. ഈ ഒരു വിഷയം വളരെ നാളുകളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന കുറെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊന്ന് അധികാരം എന്ന വാക്ക് വളരെ ശക്തമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അധികാരം ഉപയോഗിച്ച് ഞങ്ങളോട് കൽപ്പിക്കുന്നു, അധികാരം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, ഞങ്ങളെ കേൾക്കുന്നില്ല എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിന്ന് പ്രത്യാരോപണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണത്? സഭാമക്കൾ ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവകളായി അവർ സഭയിൽ ഉതപ്പ് ഉളവാക്കാൻ, സഭയെ ശിഥിലമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സഭയുടെ ഉള്ളിലേക്ക് ശത്രു കടന്നു കയറിയിരിക്കുന്നു. അവർ സഭാമക്കളെ ഉപയോഗിച്ച് അനുസരണക്കേട് കാട്ടി അവർ സഭയെ വിഭജിച്ച് ശിഥിലമാക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ്. നമ്മളുടെ ലക്ഷ്യം ഇവിടെ ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ആരാണ് ശരി, ആരാണ് തെറ്റ്, അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാനോ ഒരു വിശകലനം നടത്താനോ വിധി പറയാനോ ഒന്നുമല്ല. ഈ ആരോപണങ്ങളും ഈ പ്രശ്നങ്ങളുമൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് വിശുദ്ധ ബലിമധ്യേ വായിച്ച ഒരു സുവിശേഷ ഭാഗമുണ്ട്. യേശു ദേവാലയത്തിൽ കയറി പഠിപ്പിക്കുന്ന ഒരു ഭാഗം മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. യേശു ദേവാലയത്തിൽ കയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സുവിശേഷ ഭാഗത്തെ ധ്യാനിച്ചാൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഒന്ന്, അധികാരം എന്ന വാക്കിനെ കുറിച്ചാണ്. യേശു അവിടെ കയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം വിസ്മയഭരിതരായി എന്നാണ് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ചുറ്റുമുള്ളവരെല്ലാം വിസ്മയഭരിതരായി. കാരണം അവൻ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. നിയമജ്ഞർ നമുക്കറിയാം, നിയമത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമൊക്കെ അന്നത്തെ കാലത്ത് അവസാന വാക്കായി കരുതിയിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെ യേശു പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു അപ്പോൾ നിയമജ്ഞരും യേശുവും തമ്മിലുള്ള വ്യത്യാസം? യഥാർത്ഥത്തിൽ ഈ നിയമം വ്യാഖ്യാനിക്കാൻ, ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അധികാരമുണ്ടായിരുന്നവർ നിയമജ്ഞരാണ്. പക്ഷേ യേശുവിൻ്റെ പഠിപ്പിക്കലിന് അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അധികാരം എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നതും യഥാർത്ഥത്തിൽ അധികാരം എന്താണ് എന്നുള്ളത് യേശു കാണിച്ചു തരുന്നത്. അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ള നമ്മളുടെ ലൈസൻസ് അല്ല എന്നുള്ളതാണ് യേശു പറയുന്ന ആദ്യത്തെ കാര്യം. കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം അധികാരം നൽകപ്പെടുന്നത് സേവനം ചെയ്യാനാണ്. ഒരാൾക്ക് എത്രമേൽ അധികാരം നൽകപ്പെടുന്നുവോ അത്രമേൽ അവൻ സേവനം ചെയ്യണം. അതിനാണ് അധികാരം സഭയുടെ അകത്ത് ഉള്ളത്. അല്ലാതെ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്താനോ തങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരുടെ മേൽ നിർബന്ധപൂർവം ചെയ്യിക്കാനോ ഉള്ള ലൈസൻസ് അല്ല അധികാരം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അധികാരത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു വാക്കുണ്ട്, ഒതന്റിസിറ്റി, ആധികാരികത. ആധികാരികത എന്നുള്ളൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് അതായിരുന്നു. ആരുടെ മേലും നിർബന്ധപൂർവം ഒന്നും അടിച്ചേൽപ്പിക്കലായിരുന്നില്ല. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളിൽ ആധികാരികത ഉണ്ടായിരുന്നു, ഒതന്റിസിറ്റി, അതാണ് വാക്ക്. ഈ അധികാരവും ആധികാരികതയും ഒരുമിച്ച് വരുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതോറിറ്റി എന്നുള്ള വാക്ക്, അധികാരം എന്നുള്ള വാക്ക്. അങ്ങനെ ആയിരിക്കണം. കാരണം അതല്ലാതെ നിൽക്കുന്നതെന്തും വചനത്തിൽ നിന്ന് മാംസം വേർപിരിഞ്ഞു നിൽക്കാൻ പാടില്ല. അതാണല്ലോ യേശു എന്ന് നമ്മൾ പറയുന്നത്, അതാണല്ലോ ദൈവം എന്ന് നമ്മൾ പറയുന്നത് യേശുവിനെ.
വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മാംസത്തിൽ നിന്ന്, അവൻ്റെ പ്രവർത്തികളിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് വചനം മാറ്റി നിർത്താൻ സാധിക്കില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുന്ന കാര്യങ്ങൾ വിസ്മയത്തോടുകൂടി അവർ കേട്ടിരുന്നത്. അവൻ പറയുന്ന കാര്യങ്ങളെ അവർക്ക് തള്ളിക്കളയാൻ, നിഷേധിക്കാൻ കഴിയാതിരുന്നത്. അധികാര ഇടങ്ങളിൽ ആധികാരികത നഷ്ടപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാം, അപ്പോൾ യേശുവിനെ കേൾക്കാതിരുന്ന ഒത്തിരി പേർ അന്നും അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. സത്യമാണ്. യേശു പറയുന്നതിനെ നിഷേധിച്ച, യേശു പറയുന്നതിനെതിരെ കണ്ണടച്ച, യേശുവിനെതിരെ പ്രവർത്തിച്ച ഒത്തിരി പേർ ഉണ്ടായിരുന്നു. ഇത്ര അധികാരത്തോടെയും ആധികാരികതയോടെയും യേശു പറഞ്ഞിട്ടും ചെയ്തിട്ടും അവനെ നിഷേധിച്ച ഒത്തിരി പേർ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നതുകൊണ്ട്, അത് ജെന്യൂൻ ആയിരുന്നതുകൊണ്ട്, അതിൽ കലർപ്പില്ലാതിരുന്നതുകൊണ്ട്, അത് യഥാർത്ഥമായിരുന്നതുകൊണ്ട്, അത് കാലത്തെ അതിജീവിച്ച് ഇന്ന് നമ്മളുടെ മുമ്പിൽ സത്യമായി നിലനിൽക്കുന്നു. കാരണം കലർപ്പുള്ളതിനൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം കാലം അത് പറയും എന്തായിരുന്നു സത്യമെന്നും എന്തായിരുന്നു നുണയെന്നും കാലം നമ്മളുടെ മുമ്പിൽ തെളിയിക്കും. കാരണം കളകളുടെ ഉപമ നമ്മുടെ മുമ്പിലുണ്ട്. നല്ലതിനെയും ചീത്തതിനെയും ഒരുമിച്ച് വളരാൻ അനുവദിച്ച ദൈവം. കാരണം കാലത്തിൻ്റെ പൂർണ്ണതയിൽ നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ അധികാരത്തെക്കുറിച്ച് പറഞ്ഞത്. അധികാരവും ആധികാരികതയും. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2, ദേവാലയത്തിനകത്ത് യേശു നിൽക്കുന്നു. ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിനകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. കാരണം സാധാരണ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം ദേവാലയത്തിനകത്ത് ആരും അശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കരുതുന്ന ഒരു സത്യം. പക്ഷേ യേശു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മുമ്പിൽ ദേവാലയത്തിനകത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ. നമ്മൾ പറയുന്നു ശത്രുക്കൾ സഭയുടെ അകത്തേക്ക് നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ സഭയുടെ അകത്ത് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ശത്രുക്കളെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധാത്മാക്കളെ സഭയുടെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഉണ്ടാകേണ്ട ഒരിടമല്ല എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് സുവിശേഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ യേശു തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ അശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ അവനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ കളകളും നല്ല വിത്തും ഒരുമിച്ച് വളർന്നു വരുമ്പോൾ കാലം അതിനെ തെളിയിക്കും. കാലം അത് തെളിയിക്കും. ആരായിരുന്നു സത്യമെന്നുള്ളതും ആരായിരുന്നു നുണ എന്നുള്ളതും കാലം തെളിയിക്കും. സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അനിഷ്ട സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നമുക്കത് ഉതപ്പ് ഉളവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നമുക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. കാരണം യേശുവിൻ്റെ കാലത്തും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് സഭ മുമ്പോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ വെളിച്ചം വീശുന്ന, സുവിശേഷം വെളിച്ചം വീശിയാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ വെളിച്ചത്തിലേക്ക് നമ്മൾ നിന്നു കൊടുക്കുക എന്നുള്ളൊരു ഒരു പ്രക്രിയ കൂടി നടക്കേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യത്തിൽ. എന്താണ് യഥാർത്ഥത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നുള്ളതും, അതോടൊപ്പം തന്നെ സഭയുടെ അകത്ത് അശുദ്ധാത്മാക്കൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അധികാരത്തോടെയും ആധികാരികതയോടെയും യേശുവിൻ്റെ മുമ്പിൽ അവർക്ക് വന്ന് നിന്ന് അതിജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതും സത്യമാണ്. കാരണം കാലം തെളിയിക്കും ആരായിരുന്നു സത്യമെന്നുള്ളത്. യേശുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവനെ കുരിശിൽ തറച്ചിട്ട് പോലും ഇതാ ഇന്നും അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അവനായിരുന്നു സത്യം എന്നുള്ളത് കൊണ്ട് ആ സത്യം കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. ഇടർച്ച ഉണ്ടാവാതിരിക്കട്ടെ, സത്യത്തിന് ഒപ്പം നിൽക്കാൻ സാധിക്കട്ടെ, അധികാരികൾക്ക് ആധികാരികത ഉണ്ടാകട്ടെ. ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുന്നുള്ളൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.